തിരുവനന്തപുരത്ത് അങ്ങനെ കാവി കൊടി പാറുകയും താമര വിരിയുകയും ചെയ്തു. എത്രയെത്ര അന്തർ നാടകങ്ങൾ, എത്രയെത്ര കാലുവാരലുകൾ, വിഴിപ്പലക്കലുകൾ ഒക്കെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് എന്നെക്കാൾ നന്നായി കേരളത്തിലെ രാഷ്ട്രീയം നോക്കുന്ന, നിരീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുകയാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ, അതായത് പാർലമെന്റ് ഇലക്ഷന് സുരേഷ് ഗോപിയാണല്ലോ മത്സരിച്ചത്. സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അവിടെ കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു, അതുകൊണ്ടാണല്ലോ ജയിച്ചത്. പക്ഷെ ഇക്കുറി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി വോട്ട് ചെയ്തു. ഇത് ഒരുപക്ഷെ എൻ്റെ ഒരു പൊട്ട കണക്കായി നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചു നോക്കണം ഞാൻ പറയുന്നത് വാസ്തവമാണോ അല്ലയോ എന്ന്. സുരേഷ് ഗോപി ഇക്കുറി തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. സുരേഷ് ഗോപിക്കൊപ്പം കുറെ അധികം ആളുകളും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത പല ആളുകളും തിരുവനന്തപുരത്ത് ഇക്കുറി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ബെൽറ്റാണ്. ബി ജെ പിയുടെ സ്ഥിരം വോട്ട് നിക്ഷേപമാണ് ഇത്. ഇനി ഇക്കാര്യം കൊണ്ട് മാത്രമാണോ ബി ജെ പി ജയിച്ചത് എന്ന് വിലയിരുത്താൻ നമ്മൾ അങ്ങനെ വിലയിരുത്തി പറയുകയാണെങ്കിൽ അത് തെറ്റായി പോവുകയും ചെയ്തു. മറ്റു ചില കാരണങ്ങളുണ്ട്. അത് ഇടതുമുന്നണി ഔദ്യോഗികമായും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ഔദ്യോഗികമായി തന്നെ അക്കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപി എന്ന ഫാക്ടർ. സുരേഷ് ഗോപി കുറെ ആളുകളെ, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തൃശ്ശൂരിലേക്ക് നിയോഗിച്ചിരുന്നു. അവരെ തിരികെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരവും പിടിച്ചു എന്ന് പറയാനാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഒഴുക്ക്, ഇങ്ങനെ ഒരു വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, വോട്ടർമാരിലെ ക്രമക്കേട് ഒക്കെ ബി ജെ പി കരുതിക്കൂട്ടി ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇന്നലെ വരെയും ശ്രീലേഖ എന്ന IPS റിട്ടയർ ആയ ശ്രീലേഖ തലസ്ഥാനത്തിന്റെ മേയറാകുമെന്നായിരുന്നു ബി ജെ പി ബലൂൺ ഊതി വീർപ്പിച്ചിരുന്നത്. ശ്രീലേഖ മാഡവും അതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. ഞാൻ മേയറാകുമെന്ന് വലിയ സ്വപ്നത്തിലും സന്തോഷത്തിലുമായിരുന്നു. പക്ഷേ അടപടലം എല്ലാ പടിക്കെട്ടുകളിൽ നിന്നും ശ്രീലേഖ മാഡം നിലത്തു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് വൈകുന്നേരം കണ്ടത്. VV രാജേഷ് എന്ന 2015-ലും 2020-ലും തിരുവനന്തപുരത്ത് കൗൺസിലറായി വിജയിച്ചുവെന്ന ബി ജെ പിയുടെ നേതാവ് VV രാജേഷ് മേയറാകട്ടെ എന്നാണ് RSS തിട്ടൂര കൊടുത്തത്. അതുപോലെ V മുരളീധരൻ, K സുരേന്ദ്രൻ, ഇവരൊക്കെ രാജേഷിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ്. രാജേഷ് ഇവർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കാലയളവിൽ ഇവര് രാജേഷിനെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഗണിച്ചിട്ടില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ K സുരേന്ദ്രന് വേണ്ടി പിന്നാമ്പുറ കളികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് VV രാജേഷാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ VV രാജേഷ് പോസ്റ്റർ യുദ്ധമൊക്കെ നടത്തി, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞത് VV രാജേഷാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ബി ജെ പിക്കുള്ളിൽ ഉണ്ടായത്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് അനഭിമതനായ VV രാജേഷിനെ മേയറാക്കണമെന്ന് RSSും മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും V മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹവും മുൻ BJP സംസ്ഥാന അധ്യക്ഷനാണ്, അവരൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ആ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വം അവസാനം പച്ചക്കൊടി അല്ലെങ്കിൽ കാവിക്കൊടി വീശി കാണിക്കുകയും ചെയ്തു. അങ്ങനെ VV രാജേഷ് തിരുവനന്തപുരത്തെ മേയറായി. ശ്രീലേഖയ്ക്ക് എടുത്തതുമില്ല പിടിച്ചതുമില്ല എന്ന കണക്കിൽ എല്ലാ ആശാഭംഗവും സംഭവിക്കുകയും ചെയ്തു. ഇനി പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമ്മൂലയുടെ സ്വതന്ത്ര വികസനം ലക്ഷ്യമാക്കിയാണ് ഇലക്ഷനിൽ മത്സരിച്ചത്. സ്വതന്ത്രനായി നിന്ന് വിജയിക്കുകയും ചെയ്തു. വളരെ നിഷ്പക്ഷ മതിയായി പത്രപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന രാധാകൃഷ്ണൻ ഇപ്പോൾ കൃത്യം രാഷ്ട്രീയ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒക്കെ കത്ത് കൊടുത്തു, തന്റെ വാർഡിന് വേണ്ടി പ്രവർത്തിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കൊടുത്തു. പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യം അത് മൈൻഡ് ചെയ്തു. അതുകൊണ്ട് പാറ്റൂർ രാധാകൃഷ്ണന്റെ ആ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ഇന്ന് തലസ്ഥാനത്ത് മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തെരഞ്ഞെടുത്തു. അങ്ങനെ കാവിക്കൊടി തലസ്ഥാനത്ത് പാറി. പക്ഷേ പാവം ശ്രീലേഖയുടെ കണ്ണീരിന് BJP എങ്ങനെ വില കൊടുക്കുമെന്ന് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ശ്രീലേഖയെ പറഞ്ഞ് തണുപ്പിച്ചിരിക്കുന്നത്. അതിനി ആറ്റിക്കുറുക്കി ആ സമയം വരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. സുരേഷ് ഗോപിയുടെ ഈ
വോട്ട് ഫാക്ടർ, വോട്ട് ലോറി ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ കാര്യം കണക്കുകൾ പരിശോധിച്ച് നിങ്ങളൊന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിലോ ശരിയാണെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്.